ഹലോ, ഇന്നൊരു ലോങ് വീഡിയോ ആണ് കേട്ടോ. എപ്പോഴും ഷോർട്ട് വീഡിയോസ് മാത്രം ഇട്ടാൽ ശരിയാവില്ലല്ലോ. അതുകൊണ്ട് ഈ പ്ലാറ്റ്ഫോമിൽ കൂടി എനിക്കറിയാവുന്ന സ്റ്റുഡൻസിന് യൂസ്ഫുൾ ആവുന്ന കുറച്ച് ടെക് വീഡിയോസ് കൂടി ഇടാന്ന് കരുതി. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് MS വേർഡ് ആൻഡ് എക്സ് ടൂൾസ്. നമുക്കിപ്പോൾ വീഡിയോയിലോട്ട് പോവാം, വായോ. ആദ്യം നിങ്ങളുടെ ലാപ്പോ കമ്പ്യൂട്ടറോ എന്താണെന്ന് വെച്ചാൽ അത് ഓൺ ചെയ്തിട്ട് ഫസ്റ്റ് വരുന്ന സ്ക്രീൻ, അതായത് ഡെസ്ക്ടോപ്പ് സ്ക്രീൻ, അതിൻ്റെ ലെഫ്റ്റ് ബോട്ടം കോർണറിലെ വിൻഡോസ് സൈനിൽ ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ അടുത്ത് കാണുന്ന സെർച്ച് ബാറിൽ MS വേർഡ് എന്നോ മൈക്രോസോഫ്റ്റ് വേർഡ് എന്നോ ടൈപ്പ് ചെയ്യുക. അങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് വരുന്ന ഓപ്ഷനിൽ നിന്ന് മൈക്രോസോഫ്റ്റ് വേർഡ് സെലക്ട് ചെയ്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലുള്ളൊരു പേജ് ഓപ്പണായി വരും. ഇനിയാണ് നമ്മുടെ പരിപാടികളെല്ലാം. ഓപ്പണായി വരുന്ന പേജിൽ എന്തെങ്കിലും ടൈപ്പ് ചെയ്യുക. ഇനി നിങ്ങൾ ടൈപ്പ് ചെയ്തത് ബോൾഡ് ആകണമെങ്കിൽ കുറച്ചുകൂടെ എടുത്ത് കാണിക്കണമെങ്കിൽ പേജിൻ്റെ ടോപ്പിലായിട്ട് ഹോം എന്നൊരു ഐക്കൺ കാണാം. അതിൻ്റെ താഴെയായിട്ട് കുറച്ച് ഡയലോഗ് ബോക്സും. അതിലെ സെക്കൻഡ് ഡയലോഗ് ബോക്സിൽ നിന്നും B എന്ന ലെറ്റർ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ബോൾഡിലോട്ട് മാറ്റാനുള്ള വേർഡോ സെൻറ്റൻസോ സെലക്ട് ചെയ്തിട്ട് വേണം കേട്ടോ ഇങ്ങനെ ചെയ്യാനായിട്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ സെലക്ട് ചെയ്ത വേർഡ്സ് ബോൾഡായത്. ഇനി നിങ്ങൾ ടൈപ്പ് ചെയ്ത വേർഡ്സ് ഇറ്റാലിക്സിലാണ് വേണ്ടതെങ്കിൽ ബിയുടെ തൊട്ടടുത്ത് കിടക്കുന്ന ആ ചരിഞ്ഞായില്ലേ അതിൽ ക്ലിക്ക് ചെയ്യുക. ദേ എൻ്റെ ഹായ് ചരിഞ്ഞത് കണ്ടോ. ഇനി നിങ്ങൾക്ക് അണ്ടർലൈൻ ആണ് വേണ്ടതെങ്കിൽ നേരത്തെ ചെയ്തതുപോലെ വേർഡോ സെൻറ്റൻസോ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ നേരത്തെ കണ്ട ചരിഞ്ഞായില്ലേ അതിൻ്റെ അടുത്തായിട്ട് ഒരു U കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. കണ്ടോ അണ്ടർലൈൻ വന്നത്. ഇനി നമ്മൾ ചെയ്തത് സേവ് ചെയ്യാൻ പേജിന്റെ ലെഫ്റ്റ് ടോപ്പ് കോർണറിലുള്ള കളർഫുൾ ആയിട്ടുള്ള ഐക്കണില്ലേ അതിൽ ക്ലിക്ക് ചെയ്ത് സേവ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലുള്ള ഒരു ഡയലോഗ് ബോക്സ് വരും. അതിൽ നിങ്ങൾക്ക് ഒരു ഫയൽ നെയിം കൊടുത്ത് ഇത് സേവ് ആക്കാം. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ വേർഡ് ഡോക്യുമെന്റ് പ്രിന്റ് എടുക്കാനോ PDF ആക്കാനോ ആണെങ്കിൽ നേരത്തെ നമ്മൾ എടുത്ത ടോപ്പ് ലെഫ്റ്റ് കോർണറിലുള്ള കളർഫുൾ ഐക്കണില്ലേ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ നിന്ന് കുറച്ച് ഓപ്ഷൻസ് വരും. അതിൽ പ്രിന്റ് എന്നുള്ള ഓപ്ഷൻസ് സെലക്ട് ചെയ്യുക. നിങ്ങളുടെ പ്രിന്റർ കണക്ട് ആണെങ്കിൽ വരുന്ന ഡയലോഗ് ബോക്സിൽ നിങ്ങളുടെ പ്രിന്ററിന്റെ നെയിം കാണും. അതല്ലെന്നുണ്ടെങ്കിൽ ആ നെയിം സെലക്ട് ചെയ്ത് പ്രിന്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നിങ്ങൾക്ക് PDF ആണ് വേണ്ടതെങ്കിൽ പ്രിന്റർ നെയിം കാണിക്കുന്ന ബോക്സിൽ നിന്നും പ്രിന്റ് ടു PDF സെലക്ട് ചെയ്ത് ഓക്കെയോ പ്രിന്റോ കൊടുക്കുക. നെക്സ്റ്റ് വരുന്ന ഡയലോഗ് ബോക്സിൽ നിന്നും നിങ്ങൾക്ക് ഏത് നെയിമിലാണോ നിങ്ങളുടെ വേർഡ് ഡോക്യുമെന്റ് PDF-ൽ വേണ്ടത് ആ നെയിം കൊടുത്ത് അത് നമുക്ക് സേവ് ചെയ്യാം. എല്ലാവർക്കും ഈ സിമ്പിൾ വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിൽ കുറച്ച് ഷോർട്ട് കട്ടുകളൊക്കെ ഉണ്ട്, അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഇടാം. ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ, ബൈ.